2026 തുടങ്ങിയതും ജാനുവരി തീർന്നതും കണ്ണടച്ച് തുറക്കുന്ന പോലെയായിരുന്നു. ഇപ്പോൾ ഫെബ്രുവരി പകുതി ആറായി, മാർച്ച്. സോ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വലിയൊരു പ്രൊഡക്റ്റ് ലൈനപ്പ് തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ആപ്പിളിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്കറിയാവുന്നതാണ്. എൻട്രി ലെവൽ ലാപ്ടോപ്പുകൾക്ക് ഒരു ഭീഷണിയായിട്ട് ആപ്പിളിൻ്റെ പുതിയൊരു മാക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എൻട്രി ലെവൽ മാക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ 17E, ഇങ്ങനെ പുതിയ കുറച്ച് പ്രൊഡക്റ്റുകൾ താമസിക്കാതെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ പ്രൊഡക്റ്റുകൾ, അതിൻ്റെ സകല ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നിലവിൽ മാർക്കറ്റിലുള്ള എൻട്രി ലെവൽ ലാപ്ടോപ്പുകൾ, അതായത് ഒരു 30,000 to 40,000 രൂപീസിനകത്ത് വരുന്ന എൻട്രി ലെവൽ ലാപ്ടോപ്പുകൾക്ക് ഒരു ഭീഷണിയായിട്ട് ആപ്പിളിൻ്റെ ഒരു ലോ കോസ്റ്റ് മാക്ബുക്ക് ആപ്പിൾ ഈ പറഞ്ഞ മാർച്ച് മാസം ആദ്യം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം അവസാനത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ആപ്പിളിൻ്റെ ലോ കോസ്റ്റ് നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുള്ളതാണ്, പല അവസരങ്ങളിലും നമ്മളതിനെ എടുത്തിട്ട് കളിയാക്കിയിട്ടുള്ളതാണ്. ആപ്പിളിനെ സംബന്ധിച്ചോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ലോ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരുടെ ഒരു പ്രീമിയം ലെവലാണ്. എന്നാൽ സാധാരണക്കാരൻ്റെ ഒരു സൂപ്പർ പ്രീമിയം ലെവലാണ് അവരുടെ ബാക്കിയുള്ള 17 Pro അല്ലെങ്കിൽ ആ സീരീസ് മോഡൽസ് എല്ലാം വരുന്നത്. ഇപ്പം ഇതൊരു പ്രീമിയം എന്ന് പറയാൻ സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം 17 സീരീസ് ഇപ്പം നമുക്കറിയാം 80,000 രൂപീസിന് മുകളിലാണ് ഇവിടെ സെല്ല് ചെയ്യുന്നതെങ്കിൽ, ബാക്കിയുള്ള ബ്രാൻഡുകൾ വിവോ, ഓപ്പോ, OnePlus, ഗൂഗിൾ, സാംസങ് എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു 30 അല്ലെങ്കിൽ 40,000 രൂപീസിന് മേളിലേക്കുള്ള റേഞ്ച് വരുന്ന ഡിവൈസുകളിലാണ്. ഒരു മിഡ് കാറ്റഗറി പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾക്കാണ് കൂടുതൽ ടെക്സും അല്ലെങ്കിൽ കൂടുതൽ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം വിവോയുടെ X200 ആയാലും X300 ആണെങ്കിലും AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അടിപൊളി ക്യാമറ, ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കുന്ന നല്ല ഫോണുകളൊക്കെ കൊടുക്കുന്നത് 65,000 എബോവ് ആണ്. എനിവേ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോ ആപ്പിളിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ലോ കോസ്റ്റ് ഏറ്റവും ചീപ്പറായിട്ടുള്ള മാക്ബുക്ക് വരുവാണ്. അതിൻ്റെ പേര് മാക്ബുക്ക് എന്നായിരിക്കും. ഇതിനെ പവർ ചെയ്യുന്നതാണ് ഏറ്റവും ക്രേസി ആയിട്ടുള്ള കാര്യം. ആപ്പിൾ ഐഫോണുകളിൽ വരുന്ന A സീരീസ് ചിപ്പായിരിക്കും ഈ ഒരു മാക്ബുക്കിനെ പവർ ചെയ്യാൻ പോകുന്നത്. ഇത് iPhone 13 ആണ്, ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ച ഐഫോണിൻ്റെ 16 സീരീസിൽ വന്ന A18 Pro എന്ന് പറയുന്ന ചിപ്പായിരിക്കും ആപ്പിളിൻ്റെ പുതിയ മാക്ബുക്കിനെ പവർ ചെയ്യാൻ പോകുന്നത്. A18 കൂടുതലൊന്നും പറയാനില്ല, A19 കമ്പയർ ചെയ്യുമ്പം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ബെഞ്ച് മാർക്കിങ്ങിൽ വരുന്നുള്ളൂ. പ്രത്യേകിച്ചും റേ ട്രേസിങ്, ഹാർഡ്വെയർ ലെവൽ റേ ട്രേസിംഗ് ഒക്കെ സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ് A18 Pro എന്ന് പറയുന്നത്. സോ ആ ഒരു ചിപ്പ് തന്നെയാണ് ആപ്പിളിൻ്റെ എൻട്രി ലെവൽ മാക്ബുക്കിലേക്ക് വരാൻ പോകുന്നത്. ഇത് റൺ ചെയ്യുന്നത് macOS തന്നെയാണ്. സോ ആപ്പിളിൻ്റെ A സീരീസ് ചിപ്പിൽ macOS റൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഡിസൈൻ ലീക്സോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. അറിഞ്ഞിടത്തോളം ഇതൊരു 13 ഇഞ്ച് 12.9 ഇഞ്ച് ആയിരിക്കും ഇതിൻ്റെ സ്ക്രീൻ ഡിസ്പ്ലേ റേഷ്യോ എന്ന് പറയുന്നത്. 12.9 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേ പാനലായിരിക്കും ഇതിൽ ലഭിക്കുന്നത്. ആൻഡ് ഇൻറ്റേർണലി മാക്ബുക്ക് എയറിലുള്ള പോലെ ഒരു ഫാൻലെസ് ഡിസൈൻ ആയിരിക്കും. സോ ലാർജ് ബാറ്ററി വരുന്നു, A സീരീസ് ചിപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ ബാറ്ററി എഫിഷ്യൻസി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പം ഇപ്പം നമുക്ക് 16E, iPhone 16E എന്ത് പ്രൈസിങ്ങിലാണോ അവൈലബിൾ ആയേക്കുന്നത്, ഓൾമോസ്റ്റ് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും, അറൗണ്ട് ഒരു 45,000 to 50,000. സോ എൻറ്റയർ മാക് ലൈനപ്പ് എടുത്തു നോക്കുവാണെങ്കിൽ ഏറ്റവും ചീപ്പറായിട്ടുള്ള ഒരു മാക് എന്ന് പറയുന്നത് മാക് മിനിയാണ്. പക്ഷേ അതിൽ നമ്മൾ കീബോർഡ് അങ്ങനെയുള്ള പെറിഫറൽസ് സെപ്പറേറ്റ് ക്യാരി ചെയ്യണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ളിടത്ത് ഈ ഒരു 45,000 to 50,000 റേഞ്ചിനകത്ത് ഈ ഒരു മാക് ബുക്ക് വരുന്നത് അതൊരു നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഇതുവരെ മാക്ബുക്ക് ട്രൈ ചെയ്യാത്തവർക്ക്, macOS എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, അതോടൊപ്പം അവർക്ക് വലിയ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ വർക്കൊന്നും ചെയ്യാനില്ല, വലിയ എഡിറ്റിങ്ങോ റെൻഡറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് കാഷ്വൽ യൂസാണ്, ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഡേ ടു ഡേ ചെറിയ ടാസ്കുകൾ, ചെറുതൊന്നും മീൻസ് അത്യാവശ്യം നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി സാധിക്കും. സോ അങ്ങനെയുള്ള ഒരു യൂസറാണ്, അങ്ങനെ ഒരു മാക്കാണ് തപ്പുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും ഈ ഒരു ഇറങ്ങാൻ പോകുന്ന എൻട്രി ലെവൽ മാക്ബുക്ക് എന്ന് പറയുന്നത്. ഇനി മാക് ലൈനപ്പിലെ ബാക്കിയുള്ള അപ്ഗ്രേഡ് എന്ന് പറയുന്നത് പുതിയ M5 മാക്ബുക്ക് എയർ വരുന്നു. അതോടൊപ്പം M5 Pro, M5 Ultra 2 ചിപ്പിലുള്ള മാക്ബുക്ക് പ്രോസും നമുക്ക് റിലീസ് ചെയ്യുന്നു. ഡിസൈനിലൊന്നും 0 ചേഞ്ചാണ് ഈ പറഞ്ഞ എല്ലാ ഡിവൈസിലും വരുന്നത്. ആകെ ചിപ്പ് അപ്ഗ്രേഡ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. 2, ദ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ദ ലോ കോസ്റ്റ് ഐഫോൺ. ആപ്പിളിനെ സംബന്ധിച്ചോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ ഇപ്പം കറൻലി ഉള്ള 16E സക്സസർ ആയിട്ടുള്ള 17E ആണ്.
17-ലേക്ക് വരുമ്പം ഡിസൈൻ വൈസ് ഇപ്പോൾ ഉള്ള അതേ സിമിലർ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്നാൽ ഡിസ്പ്ലേയിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം നോച്ചുള്ള ഐഫോൺ 13, 14 ഷാസിയിലൊക്കെ കണ്ടുവന്ന പോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം ആപ്പിൾ 15 സീരീസിലുള്ള അല്ലെങ്കിൽ 16 സീരീസിലെല്ലാം കണ്ടുവന്ന പോലത്തെ വളരെ തിന്നറായിട്ടുള്ള ബെസൽസോട് കൂടിയുള്ള ഡൈനാമിക് ആലന്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും ആപ്പിൾ ഫ്രണ്ടിൽ കൊടുക്കാൻ പോകുന്നത്. ബാക്കിൽ സിംഗിൾ ക്യാമറ ആ ഒരു സെയിം ഷാസി തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു അഡ്വാൻറ്റേജ് വരാൻ പോകുന്ന ബാക്കിൽ നമുക്ക് മാക്സേഫ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി 16 മാക്സേഫ് ഇല്ല. സോ അതുകൊണ്ട് വയർലെസ് കേസുകളോ ചാർജിങ്ങോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ മാക്സേഫ് സപ്പോർട്ട് ഈ പ്രാവശ്യം കാണും. അതുപോലെ ക്യാമറയിലേക്ക് വരുമ്പോൾ ബാക്കിൽ സിംഗിൾ 48 മെഗാ പിക്സലിൻ്റെ ആ ഒരു ക്യാമറ, ഫ്രണ്ടിൽ 18 മെഗാ പിക്സലിൻ്റെ പുതിയ 17 സീരീസിലുള്ള ആ ഒരു സെൻറ്റർ സ്റ്റേജ് സെൽഫി ക്യാമറ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് വൈഡ് ആയിട്ടുള്ള ഷോട്ടുകൾ പോലും ഇങ്ങനെ നമുക്ക് വെർട്ടിക്കലി ഹോൾഡ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് 17 സീരീസിലുള്ള അതേ A19 ചിപ്പാണ്. ആൻഡ് ഇതിൻ്റെ നെറ്റ്വർക്ക് സൈഡിലേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള N1 ചിപ്പ്, അതായത് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെല്ലുലാർ കണക്ടിവിറ്റി എല്ലാം ചെയ്യുന്നത് N1 ചിപ്പിലാണ്. അതോടൊപ്പം തന്നെ വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ആപ്പിളിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള C1X എന്ന് പറയുന്ന മോഡവുമായിരിക്കും ഇതിൽ പവർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു A19 കൂട്ടത്തിൽ ഇത്രയധികം മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്രയധികം N1ഉം C1X എന്ന് പറഞ്ഞ ചിപ്പ് വരുമ്പം പവറിൻ്റെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിലും അടിപൊളിയായിരിക്കും ഈ ഒരു 17E എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ സിംഗിൾ ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഓഫ് കോഴ്സ് ആളുകളുടെ ഇടയിൽ ഇതിന് വേണ്ടത്ര ഒരു ഹൈപ്പില്ല. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഒരു അട്രാക്ഷൻ ഈ ഒരു ഡിവൈസിന് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഐഫോൺ കഴിഞ്ഞാൽ പിന്നെ ഐപാഡ്. 2 പുതിയ ഐപാഡുകളാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ബേസ് ലെവൽ, അതായത് എൻട്രി ലെവൽ ഐപാഡ്. ഇപ്പോൾ ഉള്ളത് ഐപാഡ് 11th ജനറേഷനാണ്. അതിൻ്റെ 12th ജനറേഷൻ വരുന്നുണ്ട്. ആൻഡ് ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് പവർഫുൾ A18 ചിപ്പായിരിക്കും. സോ സ്റ്റിൽ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്പ് എൻട്രി ലെവൽ ഐപാഡിൽ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വർഷത്തെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഫുള്ളി ആപ്പിൾ ആ ഒരു ട്രാൻസിഷൻ നടത്തുവാണ്. ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷണാലിറ്റി എല്ലാ യൂസേഴ്സിനും, ഏതൊക്കെ ബേസ് ലെവൽ മോഡൽ യൂസ് ചെയ്യുന്നവർക്കും ആക്സസബിൾ ആകാൻ വേണ്ടി ആ ഒരു ട്രാൻസിഷനാണ് ഈ ഡിവൈസുകളിൽ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ചിപ്പുകൾ കൊടുക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. സോ A18 ചിപ്പ് ബേസ് ലെവൽ ഐപാഡിൽ വരുമ്പം ഓഫ് കോഴ്സ് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് കിട്ടും. ആൻഡ് ഡിസൈനിലോ മറ്റ് ഫീച്ചേഴ്സിലോ ഒന്നും യാതൊരു ചേഞ്ചും ഇല്ല, 0 ചേഞ്ചാണ്. സോ A18 ചിപ്പ് വരുന്നു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഉള്ളത് ഐപാഡ് എയർ ആണ്. ഐപാഡ് എയറിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ M4 എന്ന് പറയുന്ന ചിപ്പാണ് ആപ്പിൾ ഐപാഡ് എയറിലേക്ക് വരുന്നത്. അതിൻ്റെ കാര്യത്തിലും ഡിസൈനിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. ആകെ ഈ വർഷം 2026 ഇറങ്ങാൻ പോകുന്ന ഒരു ഐപാഡിൽ മാത്രമാണ് ഈ പറയുന്ന ഒരു റീഡിസൈൻ നമുക്ക് കംപ്ലീറ്റ്ലി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഐപാഡ് മിനി. ഐപാഡ് മിനിയാണ് ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്നത് ഞാൻ ഇതിൽ നിന്ന് നോക്കിയാണ്. ഇത് ഐപാഡ് മിനി 6th ജനറേഷനാണ്. ഇതിൻ്റെ 7th ജനറേഷനാണ് കറൻ്റ്ലി ഉള്ളത്. സോ 8th ജനറേഷനിലേക്ക് വരുമ്പം ഒരു 50% റീഡിസൈൻ അല്ലെങ്കിൽ ചേഞ്ചസ് ആണ് ഇതിൽ വരുന്നത്. അതായത് ഇപ്പോൾ കാണുന്ന പോലത്തെ ഒരു ഷേപ്പും സൈസും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിനേക്കാൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്ലിമ്മർ ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ സൈസ് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. എന്നാൽ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് വരാൻ പോകുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ്. അതായത് ഇപ്പോൾ ഉള്ളത് LCD ഡിസ്പ്ലേ ആണ് എന്നുണ്ടെങ്കിൽ പുതിയ ഐപാഡ് മിനിയിൽ വരാൻ പോകുന്നത് ഒരു OLED പാനലാണ്. ഐപാഡ് പ്രോയിൽ വന്നിട്ടുള്ള പോലെ ഒരു OLED പാനലായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വ്യൂവിങ് എക്സ്പീരിയൻസ് ഒക്കെ നെക്സ്റ്റ് ലെവലായിരിക്കും. അങ്ങനെ ഒരു അപ്ഡേറ്റ് ഐപാഡ് മിനിയിലേക്ക് വരുന്നത് ഒരു ഹ്യൂജ് ജമ്പ് തന്നെ ആയിരിക്കും. കാരണം ഐപാഡ് മിനിയാണ് ഒരു ട്രൂ സൈസ് ഐപാഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് പാൻറ്റിൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഈ ഒരു ഐപാഡ്. ആൻഡ് ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് A19 19 Pro ചിപ്പായിരിക്കും. സോ ഒരു പവർഫുൾ ജാം പാക്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിരിക്കും നമ്മളുടെ പോക്കറ്റിൽ പിന്നെ കിടക്കാൻ പോകുന്നത്. സോ മൊത്തത്തിലൊരു ട്രൂ അപ്ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു ഐപാഡായിരിക്കും ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഐപാഡ് മിനി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 3 ഹോം ആക്സസറി അല്ലെങ്കിൽ ഹോം ഡിവൈസുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് ഐപാഡ് ഹോം ബോർഡിൽ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഡിസൈനിൽ ഒരു ഡിസ്പ്ലേ, ബാക്കിൽ സ്പീക്കേഴ്സോടെ വരുന്ന ഒരു ഹോം ആക്സസറി അല്ലെങ്കിൽ പുതിയൊരു ഹോം പ്രോഡക്റ്റ് ആപ്പിൾ കൊണ്ടുവരുന്നു. അതിൻ്റെ പേര് ഒന്നും ക്ലിയർ അല്ല. പല സോഴ്സും പറയുന്നത് ഹോം പാഡ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഈ ഒരു ഡിവൈസിനെ ഹോമിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹബ് സിസ്റ്റം പോലെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇതൊരു മെയിൻ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് മാറ്റർ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഹോം കിറ്റ് എനേബിൾഡ് ആയിട്ടുള്ള ആക്സസറീസ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ
സെക്യൂരിറ്റി ക്യാമറ മുതൽ നിങ്ങളുടെ ഫ്രിഡ്ജോ ടി വിയോ ലൈറ്റോ സ്വിച്ചോ വരെ നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹബ് സിസ്റ്റം പോലെ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ബാക്കി 2 ഡിവൈസുകൾ, ഒന്ന് സെക്കൻഡ് ജനറേഷൻ ഹോം പോഡ് മിനി, ഇപ്പോൾ ഉള്ള ഹോം പോഡ് മിനിയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ, അതിൽ പുതിയ ആപ്പിൾ വാച്ച് സീരീസ് 11 വരുന്ന S10 ചിപ്പോട് കൂടി വരുന്ന ട്യൂറ്റേഴ്സും സ്പീക്കേഴ്സും ഒക്കെ അപ്ഗ്രേഡ് വരുന്ന ഒരു മോഡലായിരിക്കും ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ഹോം പോഡ് മിനി. അതോടൊപ്പം തന്നെ ആപ്പിൾ TV 4K പുതിയ A18 പ്രോസസ്സറോടെ വരുന്ന, അതായത് ഫ്യൂച്ചർ പ്രൂഫിങ്ങിൻ്റെ ഭാഗമായിട്ട് A18 ചിപ്പോട് കൂടി വരുന്ന ഒരു ആപ്പിൾ TV 4K, അതിലും ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ലഭിക്കും. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ഗെയിമുകൾ കാര്യങ്ങൾ, കാരണം A18 വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റേ ട്രേസിങ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് അത്യാവശ്യം ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ കളിക്കാൻ സാധിക്കും. സോ ആപ്പിളിൻ്റെ ഒരു എൻട്രി ടു ഗെയിമിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഇതെല്ലാമാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന പുതിയ ആപ്പിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് ഒരു ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ് തരുന്ന 2 പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഐപാഡ് മിനിയും പുതിയ എൻട്രി ലെവൽ മാക്ബുക്കുമാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്, എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ഉള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബും മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.